ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. കാർ ഡ്രൈവിംഗിൽ ഏറ്റവും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ടേണുകളാണ് യു ടേൺ, ലെഫ്റ്റ് ടേൺ, റൈറ്റ് ടേൺ. ഈ ടേണുകൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്വപ്നം ഉപേക്ഷിക്കുന്നവരുണ്ട്. നേരെ വണ്ടി ഓടിക്കാനായിട്ട് അറിയാം, പക്ഷെങ്കിൽ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കാനായിട്ട് അറിയത്തില്ല, യു ടേൺ എടുക്കാനായിട്ട് അറിയത്തില്ല. ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിനുള്ള എളുപ്പവഴിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് യു ടേൺ എടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യു ടേൺ എടുക്കുമ്പോൾ പൊതുവെ പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒന്ന് യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസിൽ വണ്ടി തിരിഞ്ഞ് കിട്ടുമോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോഡിന് പുറത്ത് വണ്ടി പോകും. പിന്നെ അതുപോലെ യു ടേൺ എടുക്കുമ്പോൾ പലർക്കും വാഹനം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും. ഇവിടെ നമുക്ക് മുന്നിലായിട്ട് യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ യു ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമവശം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും തിരക്കുള്ള റോഡിൽ നമുക്ക് സ്പേസ് ഉണ്ടെന്ന് വെച്ചാലും യു ടേൺ എടുക്കരുത്. കാരണം നമുക്ക് നിയമവശമായിട്ട് അങ്ങനെ യു ടേൺ എടുക്കാനായിട്ട് അനുവാദമില്ല. ഒപ്പം തന്നെ അത് അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയയിൽ എടുക്കരുത്. അതുപോലെ ഒരു വളവിൽ എടുക്കാനായിട്ട് പാടില്ല. അതായത് ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഇതുണ്ടോ, ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു സ്പേസ്, വണ്ടി ടേൺ എടുത്ത് വരാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ യു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യു ടേൺ നമ്മൾ എപ്പോഴും എടുത്താലും റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേർത്തിട്ടായിരിക്കണം നിങ്ങൾ ടേൺ എടുക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം, അതായത് ക്ലച്ചിന്റെ റണ്ണിങ് പോയിന്റിലേക്ക് ഞാൻ വെച്ചു. എന്നിട്ട് ആ പോയിന്റ് ഞാൻ ജസ്റ്റ് ബാലൻസ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടോ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ആക്സിലറേഷൻ കൊടുത്താലേ വണ്ടി മൂവ് ആകത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ഈ റോഡിന്റെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കുക, റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് എൻ്റെ വാഹനം ഇതുണ്ടോ ലെഫ്റ്റിലേക്ക് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ക്ലച്ചിന്റെ റണ്ണിങ് പോയിന്റ് ബാലൻസ് ചെയ്ത് ഇതുണ്ടോ വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഞാൻ വണ്ടി ഇവിടെ നേരെ നിർത്തിയതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കുന്നു, വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, ബാക്ക് സൈഡ് നോക്കുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടി പരമാവധി റോഡിന്റെ ലെഫ്റ്റ് ആണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വീണ്ടും ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുകയാണ്. നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് നമ്മൾ യു ടേൺ എടുക്കുമ്പോൾ ഇട്ട് കൊടുത്തോണം. നേരത്തെ തന്നെ ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് ഇതുകൊണ്ട് സെന്റർ മിററിലൂടെ പുറകിന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, എതിരെ വണ്ടിയിൽ കണ്ടോ തിരക്കില്ലാത്ത ഒരു ഏരിയയാണ്. എന്നിട്ട് പതിയെ ക്ലച്ചിന്റെ റണ്ണിങ് പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ എൻ്റെ വണ്ടി ഇതുണ്ട് നീങ്ങുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഞാൻ ഈ ഒരു ഭാഗത്തെ ടേൺ പ്രോപ്പറായിട്ട് എടുത്ത് വരികയാണ്. നിങ്ങൾ നോക്കുക, ടേൺ എടുക്കുന്നു. ടേൺ എടുത്ത് വന്നാൽ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിനെ ഞാൻ ജസ്റ്റ് നേരെയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, അതായത് വണ്ടിയുടെ കൺട്രോൾ ഒന്ന് ഓക്കെ ആകാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് സ്റ്റിയറിങ്ങിനെ നമ്മൾ ഇതുകൊണ്ട് ഒന്ന് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഇതുകൊണ്ട് ടേൺ എടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റോഡിൽ നിന്ന് വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് കയറ്റത്തോട് കൂടിയ ഒരു റോഡിൽ നിന്ന് നമ്മൾ വലത് സൈഡിലേക്കുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിലേക്ക് വണ്ടി ടേൺ എടുക്കുന്നു. ഡ്രൈവിംഗിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ടേൺ എടുക്കാനായിട്ട് പേടിയുള്ളവരുണ്ട്. കാരണം നമ്മൾ ടേൺ എടുത്ത് തിരിയുന്ന റോഡിന്റെ വലത് വരുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടാതെ വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകും, വലത് സൈഡിലേക്ക് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഈ ടേൺ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇത് എപ്പോഴും ഓർത്തോളുക. നമ്മൾ ടേൺ എടുക്കാൻ തീരുമാനിച്ച ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വണ്ടി കയറ്റത്താണ് നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്താണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. നമ്മൾ ടേൺ എടുക്കുന്നതിന് മുന്നേ ഒരു 100 മീറ്റർ മുന്നമേ തന്നെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇതുണ്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വരുന്നത്. നിങ്ങൾ റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാൽ ആദ്യം കയറി വലത് പിടിക്കരുത്, റോഡിന്റെ ലെഫ്റ്റ് ചേർന്ന് വരിക. ഇതുണ്ടോ റോഡിന്റെ ലെഫ്റ്റ് ചേർന്ന് നമ്മളിങ്ങനെ വരുന്നു. എന്നിട്ട് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ റോഡിലേക്കാണ്. നമ്മളിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കുക, എതിരെ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ എതിരെ വരുന്ന വണ്ടിയെല്ലാം പോകുന്നു. പോയതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ തിരിയാനായിട്ട് ഉദ്ദേശിച്ച റോഡിന്റെ ആ ഒരു ഭാഗം വരുമ്പോൾ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക, ഒറ്റ റൗണ്ട്. എന്നിട്ട് ബ്രേക്കേ വരിക. ബ്രേക്കേ വന്ന് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി
തിരിയുന്ന റോഡിന്റെ ഇടത് സൈഡിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ നിങ്ങളെ റൈറ്റ് ടേണിന്റെ ഒരു ഉദാഹരണം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാകാനാണ്. റൈറ്റ് ടേൺ ആണ് ഏറ്റവും തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ശേഷം റൈറ്റ് സൈഡിലൊക്കെ ഉള്ള ഇൻഡിക്കേറ്റർ നേരത്തെ ഇടുന്നു, എന്നിട്ട് നമ്മൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ്. നിങ്ങൾ നോക്കുക, റോഡിന്റെ ഓൾറെഡി നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം. എന്നാലേ എതിരെ വരുന്ന വണ്ടികൾക്ക് പോകാനായിട്ടുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അവർ പൊക്കോളും. ഇനി ഈ സൈഡിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വന്നാലും പൊക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിന്റെ ഇവിടെ വരുമ്പോൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇതുകൊണ്ട് വലത് സൈഡിലേക്ക് തിരിക്കുക. ഒറ്റ റൗണ്ടേ തിരിക്കാവുള്ളൂ. അങ്ങനെ തിരിച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ വണ്ടി തിരിയുന്ന റോഡിന്റെ ലെഫ്റ്റ് കിട്ടും. നമ്മൾ കൂടുതൽ തിരിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഉടൻ തന്നെ നമ്മൾ അത് തിരിച്ചത് നിവർത്തി നേരെയാക്കി കൊടുക്കുന്നു. നമ്മൾ ഒരു 1.5 റൗണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും വണ്ടി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റ റൗണ്ട് തിരിച്ചു കൊടുത്താൽ മതി. തിരിയുന്ന റോഡിന്റെ ഇടത് വന്നോളും. ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ? എന്നിട്ട് പതിയെ അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ആക്സലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് ചേർന്ന് വരിക. ഇനി ലെഫ്റ്റ് ടേൺ എടുക്കുന്ന കാണിക്കാം. ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ടേണും അത്ര ഈസി ഒന്നും അല്ല. ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, പതിയെ റോഡിന്റെ ലെഫ്റ്റ് തന്നെ ചേർന്ന് വന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ റോഡിലേക്കാണ്. അപ്പം ഒരു ഇടുങ്ങിയ റോഡാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും ലെഫ്റ്റിലേക്ക് ഒരുപാട് ചേർക്കാൻ പാടില്ല. ഒരു ശകലം വണ്ടി റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. റോഡിന്റെ ഒരുപാട് നടുക്കം പോകാൻ പാടില്ല. സെന്റർ മിറർ നോക്കണം, റൈറ്റ് സൈഡിലെ മിറർ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു ഒറ്റ റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം ജസ്റ്റ് സ്റ്റിയറിംഗ് നേരെയാക്കി നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്യാപ്പ് ഇട്ടു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ലെഫ്റ്റ് മിറർ ഉണ്ട്. ഈ ലെഫ്റ്റ് മിറർ ഇപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ നേരെ മുന്നിലേക്ക് എടുക്കുകയാണ്. ഇതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ റോഡിന്റെ ആ ലൈൻസുമായിട്ട് ഏകദേശം ഇതുകൊണ്ട് ആ റോഡിന്റെ ലൈൻസുമായിട്ട് ഏകദേശം വരുന്ന ഒരു ലെവലിൽ നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടി സ്ലോ ചെയ്യണം. എന്നിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒത്തിരി ചേർക്കാതെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക. ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരിക. റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് ലെഫ്റ്റ് പിടിക്കുക. അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിന് പുറത്തോ അവിടെ ഓടയോ കുഴിയോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് കുറച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ടേൺ എടുത്ത് കയറാനായിട്ട് കഴിയും. അത് ഇടുങ്ങിയ സ്പേസിൽ ഒരു ടേൺ ആണ്. ഇത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 3 ടേണുകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, 100% പ്രയോജനം ചെയ്യും. നിങ്ങളിത് പ്രാക്ടീസ് എടുത്താൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.